അങ്ങനെ നമ്മുടെ 2024 തീരുകയാണ് അല്ലേ. നമുക്ക് ഒരുപാട് സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ദുഃഖങ്ങളും എന്താ പറയുന്നത് വേദനകളും ഒറ്റപ്പെടലുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ 2024 എന്ന് പറയുന്ന ഓരോരുത്തർക്കും ഓരോ രീതിയിൽ അല്ലേ. നമ്മൾ ചിലപ്പോൾ നമുക്ക് കിട്ടിയത് ഒരുപാട് സന്തോഷമായിരിക്കും, ചിലർക്ക് കിട്ടിയത് ഒരുപാട് ദുഃഖങ്ങളായിരിക്കും. എല്ലാം നമ്മൾ നന്മ നിറഞ്ഞ മനസ്സോടെ നമ്മളതെല്ലാം ഈ ഒരു വർഷക്കാലം നീണ്ടുപോയി. ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ, നമ്മൾ അടുത്ത വർഷത്തേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. ദൈവം ഇത്രയും കാത്തു പരിപാലിച്ചതിനെ ഓർത്ത്. കാരണം നമുക്ക് തന്ന സൗഭാഗ്യങ്ങൾ, അതിന് നമുക്ക് ആദ്യമേ നന്ദി പറയാം. നമുക്ക് തന്ന സൗഭാഗ്യങ്ങൾ, നേട്ടങ്ങൾ, നമ്മളെ സഹായിച്ച കരങ്ങൾ, നമ്മളെ സഹായിച്ച ഹൃദയങ്ങൾ, നല്ല മനസ്സുകൾ, അവരെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ സ്നേഹിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. തിരിച്ചും നമ്മളും സഹായിച്ചവർ, സ്നേഹിച്ചവരൊക്കെ കാണും, അവരെയൊക്കെ നമുക്ക് ഓർക്കാം. ദുഃഖങ്ങൾ, നമുക്കൊരുപാട് ദുഃഖങ്ങളുണ്ടായിട്ടുണ്ട് അല്ലേ. വേദനകളുണ്ടായിട്ടുണ്ട്, അപമാനങ്ങളുണ്ടായിട്ടുണ്ട്, ഒറ്റപ്പെടലുകളുണ്ടായിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്താലും അതിനെ നെഗറ്റീവായിട്ട് മാത്രം കാണുന്ന കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് അല്ലേ. എനിക്കുണ്ടായിട്ടുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്കും അതൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അഥവാ നിങ്ങൾക്കുണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. അപ്പോൾ ഒരുപാട് ഒറ്റപ്പെടലുകളും വേദനകളും ഒക്കെ, കാരണം നമുക്ക് സഹിക്കാൻ വയ്യാത്ത പലതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സഹിക്കാൻ പറ്റാതെ ഉണ്ടായത് എൻ്റെ അമ്മ പോയതാണ്. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വിയോഗമൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സന്തോഷങ്ങളും നമുക്ക് തന്നിട്ടുണ്ടല്ലേ. നമുക്ക് സന്തോഷങ്ങൾ തന്നിട്ടില്ലേ, നമുക്ക് നേട്ടങ്ങൾ തന്നിട്ടില്ലേ, നല്ല അവസരങ്ങൾ തന്നിട്ടില്ലേ, ഉണ്ട് ഇല്ലേ. അപ്പം നമുക്ക് അതിനെ എല്ലാം ഓർത്ത് നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവമേ, നീ ഈ വരും വർഷങ്ങളിലും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണേ. നല്ലത് മാത്രം ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാകുന്ന ഒന്നും ഞങ്ങളിൽ നിന്നുണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നന്മ ചെയ്യാം. പിന്നെ നെഗറ്റീവ് പറയുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മൾ എത്ര നല്ലത് ചെയ്താലും നെഗറ്റീവ് മാത്രമേ പറയൂ. അതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി നമ്മൾ ബോധർ ചെയ്യുകയേ വേണ്ട. നമ്മൾ ചെയ്യുന്നത് നല്ലത് ചെയ്യുക, ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. നമ്മൾ നല്ല പാതയിലൂടെ നന്മയിലൂടെ നടക്കുമ്പോൾ നമ്മളെ ആരെന്ത് പറഞ്ഞാലും നമുക്ക് അതിനെ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ഈവൻ നമ്മളുടെ ഡ്രസ്സിങ് ശരിയല്ല, അല്ലെങ്കിൽ നമ്മുടെ പോക്ക് ശരിയല്ല, ഒക്കെ പറയട്ടെ. ആരെന്ത് വേണമെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് ശരിയെന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യുക. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളോടും എനിക്കത് മാത്രമാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് നിങ്ങൾ ചെയ്യുക, ആരെയും പേടിക്കേണ്ട. കാരണം നമ്മൾ നന്മകളിലൂടെ പോവുകയാണെങ്കിൽ, സത്യത്തിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് ആരെയും പേടിക്കണ്ട. നമുക്ക് തല ഉയർത്തി നിന്ന് പറയാം, ഞാൻ നേരായ മാർഗത്തിലൂടെയാണ് ജീവിക്കുന്നത്, ഞാൻ നേരായ കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഞാൻ സൽപ്രവൃത്തികളാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളെ നെഗറ്റീവ് പറയുന്നത് അവരെ അങ്ങ് അവോയ്ഡ് ചെയ്യുക. അവരെന്ത് പറഞ്ഞാലും നമ്മൾ മൈൻഡ് ചെയ്യാതിരുന്ന് നമ്മൾ ദൈവത്തിൻ്റെ മുന്നിൽ, ദൈവമേ, എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റ് വല്ലതും ഉണ്ടെങ്കിൽ നീ ക്ഷമിക്കണേ. നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കുക, നല്ലത് മാത്രം ചെയ്യുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും എൻ്റെ യൂട്യൂബേഴ്സിനോട് എല്ലാവരോടും, എൻ്റെ ഫ്രണ്ട്സ്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം നമ്മളെ കാത്തുപരിപാലിച്ച ദൈവം ഇനിയും നമ്മളെ കാത്തുപാലിക്കും. ദുഃഖങ്ങൾ, വേദനകൾ, ഒറ്റപ്പെടുതലുകൾ, അപമാനങ്ങൾ ഒക്കെ ഉണ്ടായവർക്ക് ഒരുപക്ഷെ നാളെ മുതൽ ഇതിൽ നിന്നെല്ലാം ഒരു മാറ്റം ഉണ്ടായി. സർവേശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആരുടെ മുമ്പിൽ തലകുനിക്കാതെ, അപമാനിക്കപ്പെടാതെ എല്ലാവരും തലയുയർത്തി ജീവിക്കാൻ ദൈവം നിങ്ങളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഓൾ.